മണ്ണോട് മണ്ണായി ചേരും വരെ നിൻ സംഗീതമേ ഞാൻ ധൂമങ്ങളായേ പാറും ഇതാ ഞാൻ ഉന്മാദമേ നൂറുള്ള നൂറുള്ള ഓരോ കഥകളാണ് എൻ്റെ ഉമ്മ പറഞ്ഞു തന്ന കഥകൾ. ഉസ്താദ് സമ്മതിച്ച ഇതാണ് മഹർ, ഇല്ലെങ്കിൽ ഇതെനിക്ക് തിരിച്ചു വേണം. സോഫി തന്റെ തസ്ബീഹ്മാല മഹറായി സുജാതയ്ക്ക് നൽകിയ നാൾ മുതൽ അവളുടെ കാൽച്ചിലമ്പുകൾക്ക് പുതിയൊരു താളമുണ്ടായിരുന്നു. സുജാത തന്റെ കുടുംബത്തിന്റെ എതിർപ്പുകൾക്ക് മുന്നിൽ തളർന്നു പോകാതെ തന്റെ വിശുദ്ധ പ്രണയത്തിനായി നിലകൊള്ളാൻ തീരുമാനിക്കുന്നു. ഒരു രാത്രിയിൽ സോഫിയുടെ കൈപിടിച്ച് അവൾ ആ ഗ്രാമത്തിന്റെ അതിരുകൾ കടക്കുന്നു. പിന്നീട് അവർ നിയമപരമായി വിവാഹിതരാകുന്നു. മതാചാരങ്ങളുടെയും സമൂഹത്തിന്റെയും വേലിക്കെട്ടുകളില്ലാത്ത അവരുടെ ലോകത്ത് അവർ പുതിയ ജീവിതം തുടങ്ങി. സുജാത അവളുടെ മതം മാറാമെന്ന് സോഫിയോട് പറഞ്ഞുവെങ്കിലും സോഫി അവളുടെ മതം മാറ്റാൻ നിർബന്ധിക്കാതെ പരസ്പരം സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ബഹുമാനിച്ചാണ് ജീവിതം തുടങ്ങുന്നത്. സോഫിയുടെ ആശയങ്ങളും സുജാതയുടെ നൃത്തവും ഒരൊറ്റ ശ്വാസമായി മാറുന്നു. സുജാത പിന്നീട് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങുന്നു. സോഫി മൗലികമായ അറിവുകൾ പകർന്നു നൽകുമ്പോൾ സുജാത അത് നൃത്തരൂപത്തിലാക്കി കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. സംസാരിക്കാൻ കഴിയാത്ത സുജാത തന്റെ വികാരങ്ങൾ നൃത്തത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ സോഫി തന്റെ വാക്കുകളിലൂടെ അതിന് അർത്ഥം നൽകുന്നു. സോഫിയുടെ ഹൃദയത്തിന്റെ ഭാഷ സുജാതയ്ക്ക് എല്ലാം മനസ്സിലാക്കി കൊടുത്തു. അവരുടെ പ്രണയം വാക്കുകൾക്ക് അതീതമായിരുന്നു. ഇതിനിടയിൽ സുജാത തന്റെ കുടുംബത്തോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അതിന് തയ്യാറായില്ല. തന്റെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് തന്റെ കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൽ സുജാത ഏറെ വേദനിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. സുജാതയ്ക്കും സോഫിക്കും ഒരു മകൾ ജനിച്ചു. അവൾക്ക് അവർ ഇതൾ എന്ന് പേരിട്ടു. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകളില്ലാത്ത ഒരു പേര്. അവൾ സോഫിയുടെയും സുജാതയുടെയും സ്നേഹത്തിന്റെ തണലിൽ വളർന്നു. സോഫി പിന്നീട് സ്നേഹവും സമാധാനവും പ്രചരിപ്പിക്കുന്ന തന്റെ ആശയങ്ങളിൽ നിലകൊള്ളുന്ന ഒരു പണ്ഡിതനായി അറിയപ്പെടുന്നു. സുജാതയുടെ നൃത്തവും സോഫിയുടെ ആത്മീയ സംഗീതവും ചേർന്ന് കലയും ആത്മീയതയും ഒന്നിക്കുന്ന പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നു. മറുവശത്ത് നാടുവിട്ടുപോയ മകളെ ഓർത്ത് മല്ലികാർജുനനും കമലയും വിഷമിച്ചുവെങ്കിലും വാശിയും ദേഷ്യവും കളയാൻ അവരുടെ ഉള്ളിലെ മതചിന്തകളും ആത്മാഭിമാനവും അവരെ അതിന് അനുവദിച്ചില്ല. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം സോഫിയും സുജാതയും തങ്ങളുടെ മകളോടൊപ്പം സ്വന്തം ഗ്രാമത്തിലേക്ക് തിരികെ വരുന്നു. സോഫിയുടെയും സുജാതയുടെയും ഉള്ളിലെ പവിത്രതയും അവരുടെ സ്നേഹവും സന്തോഷവും മാതാപിതാക്കളുടെ മനസ്സ് മാറ്റുന്നു. മകളെയും കൊച്ചുമകളെയും കാണുമ്പോൾ മല്ലികാർജുനന്റെയും കമലയുടെയും ഉള്ളിലെ ദേഷ്യം അലിഞ്ഞു പോകുന്നു. അവരുടെ ആത്മാർത്ഥമായ സ്നേഹവും പരസ്പര ബഹുമാനവും കണ്ടപ്പോൾ മല്ലികാർജുനനും കമലയും ഏറെ സന്തോഷിച്ചു. സുജാതയുടെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ അന്ന് അവൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ എല്ലാവരും ഒന്നിക്കുന്ന ആ വീട്ടിൽ രണ്ട് മതത്തിന്റെയും വിശ്വാസങ്ങളും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്നു. മനുഷ്യത്വവും സ്നേഹവുമാണ് ഏറ്റവും വലിയ മതമെന്ന് പറഞ്ഞുകൊടുത്ത് അവർ ഇതളിനെ വളർത്തുന്നു. സത്യസന്ധമായ സ്നേഹത്തിന് മതത്തിന്റെ അതിരുകളില്ല എന്ന സന്ദേശം അവരുടെ ജീവിതം കൊണ്ട് അവർ സമൂഹത്തിന് മുന്നിൽ തെളിയിക്കുന്നു. കാലങ്ങൾക്ക് ശേഷം അന്നാദ്യമായി പള്ളിയിൽ നിന്ന് സോഫി ബാങ്കുവിളി ഉയർത്തുമ്പോൾ ആ ശബ്ദം കേട്ട് സുജാതയുടെ കണ്ണുകൾ നിറയുന്നു. എന്നാൽ ഇത്തവണ അത് ദുഃഖക്കണ്ണീരായിരുന്നില്ല, മറിച്ച് പ്രണയത്തിന്റെ സാഫല്യമായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സോഫിയെ നോക്കി ഇതളിനെ ചേർത്ത് പിടിച്ച് സുജാത നിൽക്കുന്നു. തങ്ങളുടെ പ്രണയം ഒന്നിനെയും തകർക്കാനല്ല, മറിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കാനായിരുന്നു എന്ന് ആ ഗ്രാമത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സോഫിയും സുജാതയും കൈകോർത്ത് പിടിച്ച് ജീവിക്കുന്നു.